അവളൊരു കയ്യില്ലാത്ത ഡ്രസ്സ്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോട്ടെ എങ്ങനെ ഡ്രസ്സില്ലെന്ന്. അതെ, നമ്മൾ തമ്മിൽ എല്ലാം കഴിഞ്ഞതാ. ഞാൻ നിന്നെ താലി കെട്ടിയിട്ടില്ലെന്നുള്ളൂ. നീ എനിക്ക് എൻ്റെ ഭാര്യയെ പോലെയാണ്. പറഞ്ഞ മനസ്സിലായ? എൻ്റെ ഭാര്യ ഇങ്ങനത്തെ ഡ്രസ്സിൽ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. ശരി, അമലിന് ഇഷ്ടമല്ലേ ഞാനിത് ഇടുന്നില്ല. പക്ഷെ പാർട്ടിക്ക് ഞാൻ പൊക്കോട്ടെ. എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. അപ്പം ഞാൻ മാത്രം എങ്ങനെ പോകാതിരിക്കും? എൻ്റെ പൊന്നഞ്ചു, എനിക്ക് നീ നിനക്ക് ഞാനും ഒരു നല്ല റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴേ അവർ വിചാരിക്കുന്നത് ലവറിൻ്റെ കൂടെ ഇരിക്കാനാണ്, അല്ലാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ല. ഇപ്പം നീ കാണിക്കുന്നതാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നീ എൻ്റെ കൂടെ ഹാപ്പി അല്ലെന്നാണ്. അമൽ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രം ചെല്ലാതിരുന്ന അവരൊക്കെ എന്ത് കരുതും? അവരൊക്കെ എന്ത് കരുതിയാ നിനക്കെന്ത്? അതെ, നിന്റെ കൂടെ ലൈഫ് ലോങ് കാണാൻ പോകുന്ന ഞാനാ, അവരല്ല. പിന്നെ അവിടെ ഓരോരുത്തന്മാർ കുടിച്ച് അവന്മാരെ കൂത്താട്ടത്തിൻ്റെ ഇടയിൽ എനിക്ക് നിന്നെ വിടാൻ താല്പര്യമില്ല. ഈ പാർട്ടിക്ക് പോകുന്ന പെമ്പിളരെ കുറിച്ച് അത്ര നല്ലതൊന്നുമല്ല കേൾക്കുന്നത്. നിന്നെ എനിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേര് കേൾപ്പിക്കാൻ താല്പര്യമില്ല. നിനക്കറിയാല്ല, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പറയണം, നീ കേൾക്കണം. നിന്നെ ഞാൻ കൺട്രോൾ ചെയ്യണമെന്ന് നീ വിചാരിക്കരുത്. മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി മനസ്സിലായി അമൽ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കിക്കോളാം. നിനക്ക് ഞാനില്ലേ പോലെ, നമ്മൾ തമ്മിലുള്ള എത്രയോ നല്ല നിമിഷങ്ങളുണ്ട്. അതുപോലെ അതിൻ്റെ ഇടയിൽ എന്ത് ഫ്രണ്ട്സ്, എന്ത് പാർട്ടി? നീ ഹാപ്പി ആയിട്ടിരിക്കും. നീ എന്താ കലിപ്പിച്ച് ചെയ്യണേ? ഞാൻ അവർക്ക് 2 കൊടുത്തിട്ട് വരുന്ന വഴിയാണ്. കയ്യില്ലാത്ത ഉടുപ്പ് കൊടുത്തുകൊണ്ട് വന്നേക്കണം. പോരാത്തതിന് നമുക്ക് പാർട്ടിക്ക് ഞാൻ അനുവാദം കൊടുക്കണം പോലും. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ? ആ ഡ്രസ്സിനെ ഞാൻ വലിച്ചെറിഞ്ഞു. അവിടെ പോയി വെള്ളം അടിച്ചവന്മാരെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പെണ്ണായിട്ടിരിക്കുമ്പോൾ ഇതൊന്നും പറ്റില്ലെന്ന് ഞാൻ അവിടുത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നണത് അവളെ നിന്നോട് സൈഡാക്കി വെച്ചിരിക്കണേന്ന്. പാർട്ടിക്ക് പോകാൻ അവൾ ഈ താല്പര്യം കാണിക്കണതിൽ എന്തോന്നില്ലേ? നീ അവളെ എവിടെയൊക്കെ കൊണ്ടുപോകണം? അവളെ എല്ലാ കാര്യവും നീയല്ലേ നോക്കണത്. നീ അവളെ നിന്നെ പറ്റിക്കൂ? അതിനൊന്നും അവളെ കൊണ്ട് പറ്റൂല മോനെ. നീ എന്ത് വിചാരിച്ച് ഞാൻ വെറുതെ അവളെ കറങ്ങാൻ വേണ്ടി മാത്രം കൊണ്ടാടുന്ന വിചാരിച്ചാൽ? ഞാൻ മണ്ടനൊന്നുമല്ല. അവളെന്നെ പറ്റിച്ചിട്ട് പോകാതിരിക്കാനുള്ള എല്ലാ കാര്യവും എൻ്റെ കയ്യിലുണ്ട്. നീ ഇതെപ്പോഴും പറയണാണല്ലേ? നീ വെറുതെ തള്ളണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തള്ളാ? നീ ഇവിടെ ഇരി, നിനക്ക് ഞാൻ കാണിച്ചത്. നീ ഇരി. ഓ, ഇതൊക്കെ ഇപ്പോൾ ഏഴ് ചെയ്യാടാ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ഒന്നുമല്ല. എന്നാൽ വേറെ ഓർമ്മ നീ നോക്ക്. ഇതാ, ഇത് കൊള്ളാം. പക്ഷേ ഇതും ഏഴ് ചെയ്യാമല്ലോ. നീ വെയിറ്റ് ചെയ്യ്. നിനക്ക് ലൈവ് കണ്ടാ പോരെ? വീട്ടിലെത്തിയാ? മെസ്സേജ് അവിടെ? വീട്ടിലെത്തിയിട്ട് മെസ്സേജ് ഇട്ടൊന്ന് പറഞ്ഞല്ലേ? എനിക്കൊരു ഫോട്ടോ അയക്കും. ഞാൻ വാങ്ങി തന്ന ഒരു നെറ്റ് തുണിയില്ലേ, അത് ഇട്ടിട്ടൊരു ഫോട്ടോ. ഇനി കാരണമൊക്കെ പറഞ്ഞാലേ നീ അയക്കുള്ളൂ. വേഗം അയക്കും. ശരി എന്നാ. കണ്ടാടാ അന്ത ഭയം. മോളെ, ഇതാ കാപ്പി. ഇതേതാ പുതിയ ഡ്രസ്സ്? ഞാൻ വാങ്ങിയതാ. ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടിക്ക് പോയി ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. കൊള്ളാലോ. പക്ഷെ ഇതെന്താ അഴുക്കായിരിക്കുന്ന? അതെൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാ. പുതിയ ഉടുപ്പല്ലേ, സൂക്ഷിക്കണ്ടേ? മക്കളൊരു കാര്യം ചെയ്യേ, ഇത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കും. പാർട്ടിക്ക് പോകാനാകുമ്പോഴത്തേക്ക് കിട്ടുമല്ലോ. ഓ, ഞാൻ ഇനി ആ പാർട്ടിക്ക് പോകുന്നില്ല. എന്താ പോകാനല്ലേ ഡ്രസ്സ് വാങ്ങിച്ചേ? അതെ, പക്ഷേ എനിക്ക് പെട്ടെന്നൊരു തോന്നൽ, ഞാൻ എന്തോ ഇൻട്രോവേർട്ട് ആയ പോലെ. ആ ബെസ്റ്റ്. ഏത് നേരം വായിട്ട് അലയ്ക്കുന്ന നീയാണോ ഇൻട്രോവേർട്ട്? അമ്മ, എനിക്കൊരു ഡൗട്ട്. ഞാൻ പാർട്ടിക്ക് പോകുന്നതിന് അച്ഛനും അമ്മയും എന്താ എതിർപ്പ് പറയാത്തത്? മോളെ, നീ പ്രായപൂർത്തിയൊരു കൊച്ചല്ലേ. നീ അങ്ങനെ വേണ്ടാത്തൊരു പാർട്ടിക്ക് പോകില്ലെന്ന് ഞങ്ങൾക്കറിയാം. നിൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ലവരാണ്. ഞങ്ങൾക്ക് നിന്നിലൊരു വിശ്വാസമുണ്ട്, നീ അങ്ങനെ തെറ്റായിട്ടൊന്നും ചെയ്യില്ല. അതുകൊണ്ട് മക്കൾ ധൈര്യമായിട്ട് പോയിട്ടാ. താങ്ക് യു, നിങ്ങളാണ് എൻ്റെ ഭാഗ്യം. അമൽ, ഞാൻ പാർട്ടിക്ക് പോവുകയാണേ. നീ ഇതുവരെ ആ വിഷയം വിട്ടില്ലേ? നീ പോണില്ലെന്നല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്? ഇപ്പം എന്തൊരു മാറ്റം? ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ പൊക്കോളാൻ പറഞ്ഞു. അവരോടൊന്നും എനിക്ക് അനുവാദം ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. എടി അഞ്ജു പൊട്ടി, നിന്റെ വീട്ടുകാർക്ക് നിന്നെക്കുറിച്ച് ഒരു വേവലാതിയില്ല. അവർക്ക് എന്നെ വിശ്വാസമാണ്. എൻ്റെ പരിധി വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് അവർക്കറിയാം. നീ ഒരു മണ്ടിയാണല്ല. നിന്റെ സ്ഥാനത്ത് എൻ്റെ അനിയത്തിയായിരുന്നെങ്കിൽ ഞാൻ വിടൂല, എൻ്റെ വീട്ടുകാരും വിടൂല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ ഒരിടത്തും സേഫായിട്ട് വിടാൻ പറ്റൂല. അപ്പോഴാണ് പാർട്ടി നിന്റെ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിന്റെ വീട്ടുകാർ അഴിച്ചു വിട്ടേക്കണം. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, നിന്നെ ഞാൻ സേഫ് ആക്കാനാണ് നോക്കണം. ഇടി, നീ എൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ അമൽ, എനിക്കറിയാവുന്ന, എൻ്റെ വീട്ടുകാർക്കറിയാവുന്ന കുറച്ച് ആളുകളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര നാളായെന്നറിയാം അവരുടെ കൂടെ ഒന്ന് കൂടിയിട്ട്. നിന്നെ കണ്ടതിന് ശേഷം എനിക്ക് ജാഡായി പോയെന്നൊക്കെയാണ് അവർ പറയുന്നത്. നീ ഇപ്പം എന്താണ് ചിന്തിക്കണമെന്ന് എനിക്കറിയാം. ഇടി, ഞാൻ നിന്നെ എല്ലാ കാര്യത്തിലും റെസ്ട്രിക്റ്റ് ചെയ്ത് ഒരു ടോക്സിക് ആയിട്ട് സംസാരിക്കണമെന്നാണ് നീ വിചാരിക്കുന്നത്. പക്ഷേ അതല്ലടി സത്യം.
നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയണത് അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റും. എടി ഈ പർദ്ദയിട്ട് നടന്നാൽ പോലും ഓരോരുത്തന്മാരെ നോട്ടം കണ്ടുണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്തിനാണ് നിന്റെ ഈ സ്ലീവ്ലെസ് ഡ്രസ്സ് എടുത്ത് കളഞ്ഞ് നിനക്കറിയാമോ? എടി അറിയാമോ? ഇല്ല. എന്താ? നീ ഇതൊക്കെ ഇട്ട് കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ മാത്രം. പിന്നെ നീ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയെന്ന് ഇരിക്കട്ടെ, പുറത്ത് വെച്ച് എൻ്റെ വീട്ടുകാർ കണ്ട് അവർ എങ്ങനെ നിന്നെക്കുറിച്ച് വിചാരിക്കും, എന്ത് വിചാരിക്കും നിന്നെക്കുറിച്ച്? അവരിതൊന്നും അക്സെപ്റ്റ് ചെയ്യൂല. എൻ്റെ വീട്ടുകാർ പെൺകുട്ടികളുടെ സേഫ്റ്റിയൊക്കെ നോക്കും. അത് അവർ ടോക്സിക് ആയതുകൊണ്ടല്ല, കെയറിങ്. ചിലപ്പോൾ നിന്റെ വീട്ടുകാർ നിന്നെ കെയർ ചെയ്യുന്നില്ലായിരിക്കും. മതി അമൽ, മതി. എൻ്റെ വീട്ടുകാരെ പറഞ്ഞത് മതി. നിനക്ക് ഞാൻ പോകുന്നത് ഇഷ്ടമല്ല, അതങ്ങനെ പറഞ്ഞാൽ മതി. അഞ്ജു, ഞാൻ എപ്പോഴും പറയും പോലെ നമ്മൾ തമ്മിൽ എല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ പൊന്നമലെ, ഈ എല്ലാം കഴിഞ്ഞു എപ്പോഴും പറയണ്ട. ഓ, നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങിയല്ലേ? എടി, ഞാൻ നീ എന്ന് പറഞ്ഞാണ് നടക്കണത്, പറഞ്ഞു മനസ്സിലായ? പക്ഷെ നിനക്ക് നിന്റെ വീട്ടുകാരും കൂട്ടുകാരും മതി, എന്നെ വേണ്ട. ഞാൻ പറഞ്ഞു നിന്നോട് ഫ്രണ്ട്സിനോടൊപ്പം പോരുതെന്ന്. നീയും പോകത്തൂല്ല, എന്നെ വിടുകയില്ല. കോളേജിൽ നിന്ന് വൈകിട്ട് വീട്ടിൽ കൊണ്ടുവിടും, രാവിലെ വന്ന് വീട്ടിൽ നിന്ന് കോളേജിലും കൊണ്ടുവിടും. അത് മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ. നീ എന്തോന്നൊക്കെ എൻ്റെ അടുത്ത് പറയണത്? നീ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും ഒച്ചയെടുത്ത് സംസാരിക്കുന്നത്. നിന്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ നിനക്ക് ആ പാർട്ടിക്ക് പോകണം, അതിന് വേണ്ടിയിട്ടല്ലേ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് ആ കൈയില്ലാത്ത ഡ്രസ്സ് വിട്ട് കുടിച്ച് കൂത്താടി ഇരിക്കണവന്മാരോടൊപ്പം തലോടി ഇരിക്കണായിരിക്കും നിന്റെ ആഗ്രഹം. ഞാനായിട്ട് തടസ്സം പറയല്ലേ? നീ പോ. ഓ, ഞാൻ എവിടെയും പോകുന്നില്ല. പോരെ. എടീ, ഞാൻ പാർട്ടിക്ക് വരുന്നില്ല. അതെന്താ? നിന്റെ അമ്മ പറഞ്ഞോ പോണ്ടാന്ന്? അവൻ എന്താ ഇങ്ങനെ? അവനാ നിനക്ക് ചിലവിന് ഇരുന്നത്. നിന്നെ ഞങ്ങളോട് ഒരു 5 മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയുണ്ടാ? എടീ, ഇതൊക്കെ അവൻ്റെ ഓവർ കെയറിങ് ആണ്. കാമകനില്ലാത്ത നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നിനക്കൊരു കാമകനാവുമ്പോൾ നിനക്ക് അമലിനെ മനസ്സിലാവും. നീ എന്തിനാണ് അവൻ ഇത്ര സഹിക്കുന്നത്? നീ അവനോട് ചോദിക്കാതെ ഉറങ്ങിയ പ്രശ്നം, കലോത്സവത്തിന് പോയ പ്രശ്നം, ഫോൺ എടുക്കാതിരുന്ന പ്രശ്നം, അവൻ എല്ലാത്തിനും പ്രശ്നമാണ്. ഇപ്പൊ തന്നെ നീ നോയിക്കോ, നീ അവന്റെ അടുത്ത് പറഞ്ഞു നോക്ക് ഞാനിവിടെ രാത്രി വന്നെന്ന്. അപ്പൊ അവൻ ചോദിക്കും എന്തിന് ഞാൻ രാത്രി വന്നേന്ന്. എടി, അവൻ എന്നെ ലവറായിട്ടല്ല കാണുന്നത്, ഭാര്യയായിട്ടാണ് കാണുന്നത്. എടി, അവൻ നിന്നെ കെട്ടണേന് മുമ്പ് ഇതാണ് നിന്റെ അവസ്ഥ. കെട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നീ ആലോചിച്ച് നോക്ക്. നീ അടുക്കളയിൽ നിന്ന് വെളിയിൽ ഇറങ്ങൂല. നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് അവനെ കെട്ടിയേ പറ്റൂ. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്ത് നടന്നാലും നടന്നില്ലെങ്കിലും അവ ഇത് പറഞ്ഞ് നിന്നെ ലൈഫ് ലോങ് ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടിരിക്കും. സ്കൂള് തൊട്ട് നിന്നെ അറിയാവുന്നോണ്ട് പറയുക, നീ വേറെ ആരെങ്കിലും നോക്കാൻ നോക്ക്. എടി, നീ എവിടെ? ക്ലാസ്സിലാ? ഓ, സാറിനോട് കിടക്കണടി, പുറത്തു പടി. നീ പുറത്തു വാ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം അങ്ങോട്ട് കയറി. ഇന്നലെ രാത്രി ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചിടി? നിനക്ക് രാവിലെ ആകുമ്പോൾ വിളിച്ച് എന്താണ് കാര്യം ചോദിക്കാൻ അറിയാമോടി? അമ്മ വിട്, എനിക്ക് വേദനിക്കുന്നു. എന്തിനാണ് ഞാൻ നിന്നെ വിളിച്ചെന്നറിയോ? ഈ ഫോട്ടോ എന്റെ അനുവാദം ഇല്ലാതെ നീ എന്തിനാണ് പോസ്റ്റ് ചെയ്തത്? അതിന്റെ കമന്റ്സ് നോക്ക്. ഈ കോളേജിലെ മൊത്തം ഉണ്ടല്ലോ കമന്റ്സിൽ. പിന്നെ ഓരോ ലോകത്തില്ലാത്തവന്മാരെ ഡയറക്റ്റ് മെസ്സേജ് പറയാനോ നിനക്ക്? ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് എന്താ കുഴപ്പം? ആ ലൈക്ക് ചെയ്തവരുടെ കൂട്ടത്തിൽ എന്റെ അമ്മയുണ്ടല്ലോ. ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മ? എടി, നിന്റെ അമ്മ നിന്നെ കെയർ ചെയ്യുന്നതിനെക്കാട്ടി നന്നായിട്ട് ഞാൻ നിന്നെ കെയർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഞാൻ നിന്നെ നോക്കുന്നുണ്ട്. അറിയാലോ, നമ്മൾ തമ്മിൽ എല്ലാം എല്ലാം കഴിഞ്ഞു. അതിനൊന്നുമില്ല. എല്ലാ ദിവസവും ഓരോ മണിക്കൂർ ഇടവിട്ട് ഇത് പറയേണ്ട ആവശ്യം എന്താ? മോളെ, നീ ഇത്രയും വലുതായിട്ട് നിനക്ക് അതിന്റെ പക്വത ആയിട്ടില്ല. നീ ഒരു കാര്യം ചിന്തിച്ചു നോക്ക്. ഞാനൊരാണാണ്, എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അതേസമയം നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നിന്റെ കാര്യം. എന്തെങ്കിലും ആരെങ്കിലും അറിഞ്ഞാൽ തീർന്നു. എടി, അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഹാൻഡ് സാധനം ഒന്നും ആർക്കും വേണ്ട. അതിന് നമ്മൾ തമ്മിൽ നടന്ന കാര്യം നമുക്ക് മാത്രമല്ലേ അറിയൂ. നാട്ടുകാരോട് പാടി നടക്കുന്ന എന്തിനാ? അത് രഹസ്യമല്ലേ? രഹസ്യം? പക്ഷെ അത് എനിക്കറിയാലോ. അതുകൊണ്ട് ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെയുള്ള നിന്റെ സംസാരം മാറ്റി വെച്ചിട്ട് നല്ല പെൺകുട്ടിയെ പോലെ നടക്കാൻ നോക്കും. അതാണ് നിനക്ക് നല്ലത്. നീ ഒരു പാർട്ടിക്കും പോകുന്നില്ല. ഇപ്പം നിനക്ക് ഫോൺ എടുക്കാൻ അറിയല്ലേ അഞ്ജു? ഞാൻ അപ്പോഴത്തുള്ള ദേഷ്യത്തിൽ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. എടി, എനിക്ക് തന്നെ തോന്നി നിനക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹം നഷ്ടപ്പെട്ടു. എടി, നീ കരയണോ? എടി, കരയല്ലേ പ്ലീസ്. പേടിച്ചിട്ടാണോ കരയണേ? എടി, നമ്മൾ ഒരിക്കലും പിരിയില്ല, പിന്നെന്താ? ഓ, ഇനി ഞാനിത് ആരുടെങ്കിലും പറയുന്നു വിചാരിച്ചിട്ടാണോ? പോട്ടെ, നിൻ്റെ വിഷമം മാറ്റാൻ ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. നീ എന്നാണോ പാർട്ടിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചത് ആ ദിവസം നമുക്കൊരു ട്രിപ്പ് പോകാം. അവിടെ അന്നൊരു ദിവസം നൈറ്റ് സ്റ്റേ. നീ നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞിറങ്ങും. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഞാൻ എന്തായാലും ബുക്ക് ചെയ്യാൻ പോവുകയാണ്. നീ വന്നേ പറ്റൂ. നമ്മളെന്തായാലും ഒരുമിച്ച് കൂടിയിട്ട് കുറേ നാളായല്ലോ. അന്നത്തെ പോലെ നമ്മൾ മാത്രം. നമ്മൾ തമ്മിൽ എല്ലാം കഴിഞ്ഞതാണ്.
ഞാൻ നിന്നെ താലി കെട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. നീ എനിക്ക് എൻ്റെ ഭാര്യയെ പോലെയാണ്. നമ്മൾ തമ്മിൽ എല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് എന്റെ പൊന്നമലെ, ഈ എല്ലാം കഴിഞ്ഞു എപ്പോഴെപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കണ്ടേ ഇങ്ങനെ? അറിയാലോ, നമ്മൾ തമ്മിൽ എല്ലാം ആ എല്ലാം കഴിഞ്ഞു. അതിന് ചെറ്റ. അഞ്ജു, എന്തോന്നിത്? നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ? നീ എന്ത് ചെയ്യും? എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്കറിയില്ല. നീ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നാടി. നമ്മൾ തമ്മിൽ നടന്ന കാര്യം നാട്ടുകാരെ മൊത്തം അറിയിക്കുമോ? നീ പോയി അറിയിച്ചിട്ട് വാ. പിന്നെ ഞാൻ നിന്റെ വീട്ടിലേക്കൊന്ന് വരുന്നുണ്ട്. നീ ചെയ്ത കാര്യങ്ങളൊക്കെ നിന്റെ അമ്മയോടൊന്ന് പറയാൻ. നീ ചെയ്തതെല്ലാം വിശദീകരിച്ച് പറയാൻ വേണ്ടി. എന്നിട്ടേ ആ സ്ത്രീ ജീവിച്ചിരിക്കോ അതോ നിന്നെ കൊല്ലുമോ എന്ന് എനിക്കൊന്ന് കാണണം. നമ്മൾ തമ്മിൽ നടന്നതൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ചെയ്തത്, നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്തത്. അപ്പൊ നാണം കെടുമ്പോ ഒരുമിച്ച് നാണം കെട്ടാൻ മതി. അപ്പൊ ശരി കയറേട്ടാ, ഇനി നീ ആരാണ് നിന്നെ അറിയിച്ചിട്ട് നമുക്ക് നിന്റെ വീട്ടിൽ വെച്ച് കാണാം. ഞാൻ പാർട്ടിക്ക് പോവുകയാണേ. ഒരാണും പെണ്ണും തമ്മിൽ ചെയ്യുന്ന ഫിസിക്കൽ ഇന്റിമസിയിൽ ഒരിക്കലും പെണ്ണിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അവൾ തെറ്റുകാരിയാണെങ്കിൽ അവനും തെറ്റുകാരനാണ്. എല്ലാത്തിലും ആർക്കും ആരെയും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താൻ അവകാശമില്ല.